ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ കേവ് ലൈഫിൻ്റെ പാർട്ട് 2 സർവൈവൽ ആട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഒരു ബെഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. റീസ്പോൺ സെറ്റ് ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എക്സ്പ്ലോറിന് പോയിട്ട് കുറേ സ്കെൽട്ടൺസിനെ ഷൂട്ട് ചെയ്ത് നോക്കണം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ അയണായിട്ടൊന്നും സംഭവിക്കില്ല. പക്ഷെ എനിക്കിവിടെ ക്രാഫ്റ്റ് ടേബിൾ എൻ്റെ മിസ്സായി പോയി. അത് റെഡിയാക്കണം. ക്രാഫ്റ്റ് ടേബിൾ എവിടെ പോയത് കണ്ടുപിടിച്ച് റെഡിയാക്കണം. ഞാനിപ്പോൾ എൻ്റെ മരങ്ങൾ അവിടെ മരം നട്ട് വെച്ചിട്ട് അതിന് എടുത്തിരിക്കണ കുറച്ച് ഡേർട്സ് 3 ബ്ലോക്സ് എല്ലാ ഡേർട്സ് അത് ഞാൻ എന്താ പറയുക പൊട്ടിച്ചോണ്ടിരിക്കാണ്. 3 ബ്ലോക്ക് മാത്രമേ ഇത് വളർന്ന് വരുത്തുള്ളൂ. അതുവരെയാണ് ഇത് വളരാനുള്ള ലിമിറ്റ് അവർക്കില്ല, ആ ലീഫ് വരുന്നത്. ഇതുകൂടി കട്ട് ചെയ്തു. ഇവിടെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചിക്കണു. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ വെട്ടിയിട്ട പോലെ ഇങ്ങനെ ഇട്ടത്. ഒരു ക്രീപ്പർ ഞാൻ എന്താ പറയാ ഇതിനകത്ത് കയറാൻ പോയപ്പോ ഒരു ക്രീപ്പർ വന്നിട്ട് പുറകെ ഒരു സ്കെൽട്ടൻ ക്രീപ്പറും ഒരുമിച്ചൊന്ന് പൊട്ടി. ഞാന് ഓടിയപ്പോ ഈ സ്കെൽട്ടന് വെടി വെച്ച് കൊന്നുകെട്ടെ. അതാണ് സംഭവിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഈ ബേസ് ഇപ്പൊ തൽക്കാലത്തിലുള്ള ബേസാണ്. നമ്മൾ അടിയിലൊക്കെ ചിലപ്പോ ഗ്രാസ്, ചിലപ്പോ എന്താക്കും മറ്റേ ഈ സ്പ്രെഡിയല്ലോ, ചിലപ്പോ നമുക്ക് ചെയ്യാം. ഞാൻ ബിൽഡർ അല്ല, എനിക്ക് അധികം നല്ല സാധനം ബിൽഡ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോ എനിക്ക് എന്റെ ബിൽഡിങ് സ്കില്ലൊക്കെ നോക്കാം ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ അടിക്കുള്ള സ്റ്റെയർ കേസ് ഞാൻ നല്ല അടിപൊളിയായിട്ട് റെഡി ചെയ്യാൻ നോക്കാണ്. അതാണെങ്കിൽ സുഖമായിട്ട് ഇറങ്ങാം. ഓക്കെ, ഞാനല്ലേ ഇവിടുന്ന് ഡേർട്ടിക്ക് എടുക്കാട്ടോ. എന്താ വെച്ചാൽ ഞാനുണ്ടല്ലോ ഇവിടെ മേലെ അറിയാതെ മിസ്റ്റേക്ക് ചെയ്തിട്ടു. കുറച്ച് ഡേർട്ട് അങ്ങനെ പോകും. ഞാൻ സ്റ്റെയർ കേസ് ഒന്നാമത് പണിയാനായിട്ട് ഉദ്ദേശിച്ചത് എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി വരാനായിട്ട് പെട്ടെന്ന് എളുപ്പമാക്കാൻ ഈ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് സ്റ്റെയർ കേസ് ഇങ്ങനെ ബിൽഡ് ചെയ്യണം. ഇതൊക്കെ കേട്ട് നമുക്ക് നല്ല പ്രോപ്പർ അടിപൊളി എന്താ പറയുക ഇവിടുത്തെ ഫുള്ളും ഇതാക്കിയിട്ട് നമുക്ക് സ്റ്റെയർ കേസ് ബിൽഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ റീസോഴ്സ് ഒന്നും ആയിട്ടില്ല. നമുക്ക് അതാക്കണം. നമുക്ക് കുറച്ച് വെള്ളിക്കും രാവിലെ നോക്കും. കിട്ടും. അപ്പൊ നമുക്ക് ഇനി കോബിൾ സ്റ്റോൺ ആക്കാം. കോബിൾ സ്റ്റോൺ അതിന് സീനില്ല, അത് സുഖമായിട്ട് നമുക്ക് വെച്ച് പോവാം. ഈ ഡേർട്ടാണെങ്കിൽ സൗണ്ട് കേട്ട് ഇതാവും, പക്ഷെ കോബിൾ സ്റ്റോൺ സൗണ്ട് ഇല്ല കേട്ടോ. അത് മാത്രമുള്ളൂ കോബിൾ സ്റ്റോണിന്റെ ഇത്. അപ്പൊ ഇതുവരെ ആയിട്ട് നമ്മൾ സ്റ്റെയർ കേസ് കയറി നോക്കാം. ഇതിന് വരക്കൂടെ മറ്റേ ഇത് വരും, മറ്റേ കോടി പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് വരണം, നല്ല സെറ്റ് ആവുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യത്തിന് അടിപൊളിയായിട്ട് കയറി വരാം. പിന്നെ നമ്മള് അയൺസ് അവിടെ സ്മെൽറ്റ് ആയി നോക്കണം. അയൺ സ്മെൽറ്റ് ആയി നോക്കട്ടെ. 29 അയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഫുള്ളി. അപ്പൊ ഞാൻ ആ 29 എടുക്കണില്ല. അപ്പോ ഞാൻ ചെന്നിട്ട് മരം വെട്ടണം. കുറച്ച് മരം വെട്ടിയിട്ട് കുറച്ച് ഉണ്ടേറ്റ് ഹുഡ് നമുക്ക് കുറെ സാപ്ലിങ് കിട്ടാൻ നമുക്ക് ഇവിടെ നട്ട് കുറെ മരങ്ങൾ ഉണ്ടാക്കാം. ഇത് മേലിക്കറ നല്ല വേറാല് വയസ്സ് നല്ല പണിയാ.
ഇതൊക്കെ വഴി നേരാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചു നേരം ഫുൾ കേവിനകത്ത് അങ്ങനെ. ഈ നെതർ പോർട്ടൽ വല്ലാതെ നമ്മളെ കേവിനകത്താവും കേട്ടോ ഗൈസ് ഉണ്ടാവുക. ഈ കേവ് ലൈഫ് കളിക്കാൻ ഞാൻ ഏതോ ഒരാളെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ അവര് കേവ് ലൈഫിന്റെ വീഡിയോസ് ആയിരുന്നു ഇട്ടോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കേവ് ലൈഫിന്റെ വീഡിയോസ് ഇടാനായിട്ട് തോന്നിയത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബും ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും വരണ്ടോ? ആ ഗൈസ് അവിടെ കുറെ ഫോറസ്റ്റ് പോലെ വരണ്ട്. അടുക്കാം. ഇതാണ് നമ്മൾ ആദ്യം ബ്ലോക്ക് എടുത്ത ബ്ലോക്കാണ് അത്. ആദ്യത്തെ നമ്മളെ ഉണ്ടാണിത്. ആദ്യത്തെ ഉണ്ട്. അതെ ഗൈസ് ഇവിടെ കുറച്ച് ഉണ്ടോ പുറത്ത്. ഇവിടെ സ്ലാബ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് നമുക്ക് അത് അവിടെ നട്ട് വെക്കാം. നമ്മളെ കേവിനകത്ത്. ആ കേവിനകത്ത് ചിലപ്പോൾ ഞാൻ അടിക്കുന്നൊക്കെ എന്താ പറയുക ഇതാക്കി കൊണ്ടുപോകുണ്ടാവും. എന്താ വെച്ചാൽ ഈ ഫാർമുകളൊക്കെ മേലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഏറ്റവും അടിയിലുണ്ടാക്കുന്നത് നല്ലത്. അതാണെങ്കിൽ അവിടെ ക്രീപ്പറൊന്നും ഉണ്ടാവൂല. ക്രീപ്പറൊക്കെ നമുക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റും. മറ്റേ ടോർച്ചൊക്കെ വെച്ച് മതിയല്ലോ. പിന്നെ അടിപൊളി സെറ്റാക്കാം. അങ്ങനെയൊക്കെ ആക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിയിൽ നല്ല സ്പേസ് ആവും. കിട്ടി, ഒരു ആപ്പിളും കിട്ടി. ഓക്കെ, 2 സാധനം കിട്ടിയില്ലേ? അതെ അതെ. ചെറുതായിട്ട് വീറ്റ് ഫാർമ് അങ്ങനെയൊക്കെ ഫാർമുകൾ ഉണ്ടാക്കണം. ഫുഡിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവ്. ഞാനിപ്പോ ഒരു ബീഫിനെ വന്നു. അപ്പൊ കുറച്ച് ബീഫ് കിട്ടി. ഇവിടുന്ന് അടി സെറ്റ് ആക്കണം. സെറ്റായി. ഓക്കെ ഓക്കെ, നമ്മളെ പണിയിലെത്തി. ഇനി ലോഗ് നമുക്ക് എന്താക്കണം? പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് എവിടെ വെക്കണം അറിയാം? ഇവിടെ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. നമുക്ക് കുറച്ച് എന്തുണ്ടാക്കാൻ പറ്റും? സ്റ്റിക്സ് ഉണ്ടാക്കാൻ പറ്റും. എത്ര സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും? കുറച്ചുണ്ടാക്കാം. ഒരു 44 മതി. നമ്മൾ കയ്യിൽ ഇരിക്കണ ഈ അയൺസ് എടുക്കാം. അയൺ എടുക്കാം. നമ്മൾ ഇവിടെ ആർമർ 1 2 3 4 1 ഒരു ലോക്ക് ഉണ്ട്. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. ഒരു ചെസ്റ്റ് എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ചെസ്റ്റിനകത്ത് അയൺ നമ്മുടെ ആർമർ മാത്രമേ ഇടായിട്ടുള്ളൂ. ടൂൾസ് ആയി. ടൂൾസ് ഇതായിട്ടുണ്ട്. കുറച്ചുകൂടി ടൂൾസ് വേണം. നമുക്കെന്താ ഐഡിയ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ചെസ്റ്റ് വെയിറ്റ് കൊണ്ടിരുന്നോട്ടെ. നമുക്ക് മൈൻഡിനായിട്ട് കുറച്ചായിട്ട് വരാം. ഗൈസ് അവിടെ ആയിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു വല്ല എവിടെയും അയൺ ഇട്ടപ്പോ. ഞാൻ കേവിനകത്ത് ചെന്നപ്പോൾ അത്യാവശ്യത്തിന് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോർച്ച് ഇല്ലാത്തതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ഇതിന്റെ പ്രശ്നമായ ഈ മറ്റേ ടോർച്ച് ഇല്ലല്ലോ. ടോർച്ച് ഉണ്ടെങ്കിൽ ബോംബുകൾ സ്പോൺ ആവില്ല. പക്ഷെ ഇതിൽ ടോർച്ച് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. കുറച്ചില്ല എന്തെങ്കിലും കൗൺസിലൊക്കെ വെച്ച് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ അയൺസ് ഉണ്ട് ഗൈസ്. ഇതാണ് ഈ കേവിന്റെ ഉപകാരം കേട്ടോ. ഞാൻ ഇങ്ങനെ അടിയിൽ ചെന്നിട്ട് കൊറേ അയൺ കിട്ടി. ഞാൻ ഒരു പ്രാവശ്യം അടിയിൽ ചെന്നത്തിന് ഇത്ര അയൺ കിട്ടിയത്. 29 അയൺ കിട്ടിയത്.
കേവ് നല്ല ഹെൽപ്ഫുൾ. എന്താ പറയാ, വേറൊരു ഇതുണ്ടായിരുന്നു. അയ്യോ ആയം പോയോ, ആയം മിസ്. അയണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടി കുറച്ചായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെ, പക്ഷെ എടുത്തപ്പോഴോ കുറേ ഉണ്ടായിരുന്നത്. ഒരു നല്ല കാര്യമാണ്. അയ്യോ ചത്തത് പറഞ്ഞില്ല. പൊളി, ഹെൽത്തൊക്കെ നല്ല പോയി. അയ്യോ നോബൽ ഞാൻ വീട്ടിൽ കയറണം. അതിനോടെ കോള് കുറച്ചുണ്ട്, അപ്പം എടുക്കാൻ തുടങ്ങി. അതായത് നമുക്ക് ടോർച്ച് നോക്കാം. ഒറ്റൊരു ഹെൽത്തുള്ളൂ, ഒരു ഹെൽത്തുള്ളൂ. ഇവിടെ സ്പെക്ട് ആക്കിയിട്ട് അപ്പൊ ഞാൻ കുറച്ചൊക്കെ എത്ര 20 ടോർച്ച് ഉണ്ടാക്കാം. അപ്പൊ 20 ടോർച്ച് ഉണ്ടാക്കി. ഇനി അതൊന്ന് സ്മെൽറ്റായി കിട്ടട്ടെ. ആദ്യമായിട്ടൊരു ആക്സ് മതിക്കാരം അയണയിട്ട് ഇട്ട് ഓക്കെ. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെന്നിട്ട് ഒരു ആക്സ്, ഒരു ഷവല്, ഒരു കൂടി ഉണ്ടാക്കാം. ഇല്ലേ വേണോ നോക്കട്ടെ. ഉണ്ടാക്കാൻ അയൺ ഹോ ഉണ്ടാക്കാൻ പറ്റുമോ? 2 വേണം. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ട് ഷവല്, ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു ഹോ ഇൻഡസ്ട്രിയിൽ സെറ്റാക്കി. അവളെ ആർമേഴ്സൊക്കെ സെറ്റാക്കി. ഇനി കുറച്ച് അതുണ്ടാവും, ബാക്കി ഉണ്ടോന്നോ. അതുകൊണ്ട് ഞാൻ ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് രാവിലെ ഫുഡ് കഴിക്കാൻ. പിന്നെ അയൺ ആർമർ ഞാൻ ഇപ്പോൾ എടുക്കൂല, അയൺ ടൂൾസ്. ഇപ്പം നമ്മുടെ കയ്യിൽ കോപ്പർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കോപ്പർ ആർമറാണ് ഫുള്ള് ഉണ്ടാക്കണേ. അയൺ ആർമർ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ബൂട്ടും ഉണ്ടാക്കി. ഓക്കെ, ഇനിയിപ്പോൾ വേണ്ടത് എന്താ വേണ്ടത്, ഒരു അയ കൂടി വേണം ഷീൽഡ് ഉണ്ടാക്കാൻ. നമ്മളെ ഇതുവരായിട്ട് വളർന്നിട്ടില്ല, എന്താണെന്ന് അറിയില്ല. നമുക്ക് ഒരു അയൺ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് ഇതാവാം. അയണിന്റെ ഒരു ചെസ്റ്റ് ഇതുണ്ടാക്കാനാണ് ഒരു ഹെൽത്ത് കൂടിയിട്ടുള്ള ഒരു ഷീൽഡ് ഉണ്ടാക്കാനാണ്. ഷീൽഡ് സ്കെൽറ്റന്ന് രക്ഷപ്പെടാം. എന്താ പറയാ, ഈ ഷീൽഡ് ഉണ്ടെങ്കിലോ. അവിടൊക്കെ ഇതില്ലത്. ഓക്കെ 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 ഓക്കെ. ഇവിടെ അയണില്ല, ഇവിടുത്തെ അയണൊക്കെ അടിച്ചു മാറ്റി. അതുകൊണ്ട് ഇവിടെ അയൺ പോയിട്ടൊന്നുമില്ല. അയൺ കിട്ടി. ഓക്കെ, 2 അയൺ. അപ്പോൾ സേഫ്റ്റിക്ക് 2 ഉണ്ടാക്കാം. വേറെയല്ലല്ലോ.
ഓക്കെ, ഇത് എത്ര മതി. ഞങ്ങൾക്ക് ഓടിപ്പോണം, മേലെ കയറണം. മേലെ കയറിപ്പോട്ടെ. മേലെ ചെന്ന് ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ആക്കും. അപ്പം ഇനിയിപ്പോൾ നാളെ ഈ ടൈമിൽ നിങ്ങൾ കയറിയാൽ മതി കേട്ടോ. യൂട്യൂബിൻ്റെ വീഡിയോസിൽ വീഡിയോ ഉണ്ടാവുള്ളൂ ഈ ടൈമിലാക്കാരം. ചിലപ്പോൾ നേരത്തെ ഉണ്ടാവും, ചിലപ്പോൾ നേരെ വൈകിട്ടുണ്ടാവും, പറയാൻ പറ്റൂല. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം. തന്നെ ഫ്ലോർ വരെ മുട്ടിക്കാൻ പറ്റുമോ? ഈ സ്റ്റെപ്സ് ഫ്ലോർ വരെ മുട്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല, സുഖമായിരുന്നു. എൻ്റെ സൈറ്റ് കൂടി വെച്ചേക്കാം. കുറച്ചേരം കൂട്ടി. ഗൈസ്, ഡേട്ടുകളൊക്കെ സ്പ്രെഡായിട്ടാ. ഡേട്ട് കണ്ട് സ്പ്രെഡായി. ഈ ട്രീ ഇവിടെ വളർന്നില്ല. ഇതാക്കട്ടെ, ആ ട്രീ അവിടെ ഇപ്പൊ കയ്യിരിക്ക അവിടെ വെച്ചത്. ഇതിൻ്റെ ബോണ്ട് ഉണ്ട്, അതൊക്കെ ബോണ്ട് മെയിൽ ഒരു കുറച്ചുണ്ടാക്കി, ഒരു 9 ഉണ്ടാക്കി. ഓക്കെ, ഒരു മരം ഉണ്ടാക്കി. ഇതിന് ഒരു അടിസ്കൾട്ടനോ അല്ല ഇങ്ങനെ മരം ഉണ്ടാക്കുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ, അടുത്തതായി ഇപ്പൊ അടുത്തത്. അയ്യോ, ഇതാണ് മരം ഒപ്പിക്കാൻ. എൻ്റെ ഇപ്പൊ 9 മരം കിട്ടി. ഇപ്പൊ ഇതും ഇപ്പൊ എത്തിയേക്കണം. ചെസ്റ്റ് പ്ലേറ്റ് ആക്കണം. അല്ലെ, ചെസ്റ്റ് പ്ലേറ്റ് ഷീൽഡ് ഉണ്ടാക്കണം. ഞാൻ മറന്നു ഗൈസ്, എന്തൊക്കെ പറയണത് മറന്നു. എവിടെ വെച്ചാൽ പിന്നെ നേരെ ചെന്ന് ഷീൽഡ് ഉണ്ടാക്കാനായിട്ടില്ല. ഇത് വലിച്ചാക്കല്ലോ. നമ്മളെ കയ്യിരിക്കണ സാധനം വെക്കുക, എടുക്കുക, ഇത് വയ്ക്കുക. കൂട്. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാർ ഹൈവ് കളിക്കുന്നുണ്ട് കമന്റ് ചെയ്യണേ. നമുക്കിന്ന് അടുത്ത എപ്പിസോഡ് നമുക്കിന്ന് ഹൈവിന്റെ വീഡിയോസ് എടുക്കാം. എത്ര ആൾക്കാർ കളിക്കുന്നുണ്ടെന്ന് പറയണേ. അതാണെങ്കിൽ ഞാൻ ഈ ഹൈവിന്റെ വീഡിയോ മാക്സിമം ഇടാൻ നോക്കാട്ടോ. ഈ 4 കോൾ കൊടുത്ത് ഇവിടെ ഉണ്ടാവില്ല. ഇതിൻ്റെ അത് നേരെ ക്രാഫ്റ്റ് ടേബിളിൽ ടോസ്റ്റ് ഉണ്ടാക്കാം. ഒരു ഷീൽഡ്, 2 ഷീൽഡ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു വാതിൽ വേണം. യെസ്, വാതിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു 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 ഈ വാതിൽ മതി. ബാക്കിയുള്ള നമുക്ക് ഈ ഇത് പ്ലാങ്ക് ആക്കാം. ഒരു പെട്ടി പറഞ്ഞിട്ട് ഒരു ഷീൽഡ് ഇവിടെ വെച്ച്, ബോയ് ഇവിടെ വെച്ച്, സ്റ്റിക്കും ഇവിടെ വെച്ച്, ഈ ഷീൽഡ് നമ്മളെ കൈ പിടിക്കാം. അങ്ങനെ എങ്ങനെ പിടിക്കുക. അല്ലെ, ഓക്കെ, നമുക്ക് ഈ ക്രാഫ്റ്റ് ടേബിൾ കൊടുത്ത് ഡോർ വെക്കാം. ഇവിടെ യെസ്, ഒരു മിനി ഹൗസ്. അല്ല, ഈ ഹൗസ് ഞാൻ പൊടിക്കുണ്ടോ? നമ്മുടെ സ്റ്റാർട്ടർ ഹൗസാണ്. സ്റ്റാർട്ടർ ഹൗസ് കുറച്ച് ഭംഗി ഉണ്ടാവട്ടെ അല്ലേ. നമുക്കത് ഇവിടെ ഞാൻ പ്ലാങ്കിനൊക്കെയല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ വെക്കുകയാണ്. ഫാർമൊക്കെ ഉണ്ടാക്കണം, എന്നിട്ടാണ് ഈ പ്ലാന്റിന്റെ സ്റ്റെയർ കേസ് വെക്കാൻ. അല്ലാതെ വെക്കാൻ നമ്മളതിൽ ഹുഡില്ല ഗൈസ്. നമ്മൾ ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ എന്താ പറയുക, ഈ സ്റ്റെയർ കേസ് ഞാൻ കംപ്ലീറ്റ് ആക്കും. ഇവിടെ ഫുൾ പ്ലാങ്കിൽ ഈ കൊബിൾ സ്റ്റോൺ ഇതുവരെ പ്ലാങ്കും, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊബിൾ സ്റ്റോൺ ആക്കാനും ഇവിടെ ഫുള്ളും. പിന്നെ ഇത് ഈ ബ്ലോക്കുകളൊക്കെ പൊട്ടിച്ച് ഇവിടെ വൃത്തിയിട്ട് എന്താക്കുക, ഇതുവരെ
ഇതുവരെ കൊണ്ടുവരും. അല്ല ഇതുവരെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ മതിലിങ്ങനെ കെട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടുന്ന് വളച്ചെടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അടിയിപ്പ് ഇങ്ങനെയായിട്ട് കൊണ്ടുവരും. എങ്ങനെ വെച്ചാൽ കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്ത എപ്പിസോഡായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്ബും എല്ലാവരും ചെയ്യണം.